ആൾക്കാരുടെ ജീവന് ഭീഷണിയായിട്ട് വരെ വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ NH-66 വർക്ക്. അതായത് അരൂർ തുറവൂർ ബൈപ്പാസ്. അതെന്ന് പറഞ്ഞാൽ പിന്നെ ആലപ്പുഴ സ്വദേശിയായ ഒരു ഡ്രൈവറാണ് മരിച്ചുപോയത്. പിക്കപ്പ് വാനിൻ്റെ മുകളിലാണ് ഈ ഗർഡർ വീണത്. അതായത് നമ്മുടെ പാലത്തിൻ്റെ പിന്നെ നടുവിൽ വരുന്ന ആ ഒരു ബീം സാധനം. ആ ബീം എന്ന് പറഞ്ഞാൽ അത്രയും കനാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ബീം വീഴുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഒരു മനസ്സിലാവും. പിന്നെ അതിൽ എത്ര കമ്പി കുറച്ചിട്ടുണ്ട്, സിമെൻറ്റ് കുറച്ചിട്ടുണ്ട്. പകുതിയും എന്താ പറയണ്ട ചുളുവിൽ എന്താ പറയണ്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പൾപ്പ് കൊണ്ടല്ലോ ഉണ്ടാക്കുന്നില്ലേ തൽക്കാലത്തേക്കുള്ള സംഭവങ്ങൾ പോലെ, അതേപോലെയാണ് പലയിടത്തും NH-66 വർക്ക്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലുമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പല കൺസ്ട്രക്ഷൻ കമ്പനികളാണ്. ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ എല്ലാ ഭാഗത്തും എടുക്കുന്നതാണെങ്കിൽ ഓക്കെ. പലരും പണിയെടുത്തിട്ട് ഇതേപോലെ സിമെൻറ്റിലും കമ്പിയിലുമൊക്കെ കുറവ് വരുത്തിയിട്ട് ഇതേപോലെ മേൽപ്പാലങ്ങളും അണ്ടർപാസൊക്കെ നിർമ്മിച്ചിട്ട് ആരെങ്കിലും അതിലൂടെ പോകുമ്പോഴായിരിക്കും അവരെ മേത്ത് വീഴുക. മുന്നേ പാലത്തിൽ നിന്ന് ഉണ്ടായൊരു സംഭവം തലശ്ശേരി. ഞാൻ കണ്ണൂരായതുകൊണ്ട് നമ്മളാ ഭാഗത്തുള്ളത് നമുക്ക് അറിയൂ. അപ്പോൾ പാലത്തിൽ പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ഭാഗത്തിന് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ അണ്ടർപാസിലും അതേപോലെ തന്നെ ഈ മേൽപ്പാലത്തിൻ്റെ അടിയിലുമായിട്ടൊന്നും വണ്ടി വെച്ച് നിൽക്കലേ ഇല്ല. ഞാൻ മാക്സിമം ആൾക്കാരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ അടിയിലൊക്കെ നിൽക്കാൻ പാടുള്ളൂ എന്ന്. കാരണം എവിടെയാണ് പൊളിഞ്ഞു പോകാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കുപ്പത്ത് മണ്ണിടിച്ചൽ ഉണ്ടാകുന്നവരെ ഇവരെ കാരണം വെച്ചാൽ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ മണ്ണിടിഞ്ഞ് ചളി നിറച്ച ടീമുകളാണ്. അതെന്ന് വെച്ചാൽ സോയിലിൻ്റെയും കാര്യങ്ങളും ഒന്നും എന്താ പറയുക, ഒരു മഴക്കാലത്ത് എന്നാണ് ചെയ്യണ്ടേ. ഒരു മഴക്കാലത്ത് വീടുകളിലേക്കൊക്കെ വെള്ളം കുത്തിയൊലിച്ച് പോകുന്നൊരവസ്ഥ. അതുപോലും ചിന്തിക്കാണ്ട് മണ്ണിടിച്ച ടീമുകളാണ്. അപ്പോൾ അയൽപ്പരായിപ്പോയി ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പെട്ടെന്ന് തീർക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാമെന്ന് പറയുന്ന പോലെയാണ്. പെട്ടെന്ന് തീർത്തിട്ട് ഇതേപോലെ ഓരോരാളുടെ മേത്തേക്കും ഇതിൻ്റെ ബീമും കാര്യങ്ങളൊക്കെ വീഴുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അത്രയും വലിയ കനമുള്ള സാധനം കോൺക്രീറ്റ്, അതിൻ്റെ ഉള്ളിൽ കമ്പി പോലും ഉണ്ടാവില്ല. കമ്പി ഉണ്ടെങ്കിലല്ലേ ബലവും ഉണ്ടാവും. പിന്നെ സിമെൻറ്റിൻ്റെ കുറവും ലഭ്യത കുറവും എല്ലാം ഇതിന് പ്രശ്നമാവാം. ഇനി മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കോമഡി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇത്രയും കാട്ടിക്കൂട്ടുന്ന ഒരു എന്താ പറയണ്ട ഹൈവേൻ്റെ വർക്ക് ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലായിടെയും ഇഴഞ്ഞു നീങ്ങുന്ന തന്നെയാണ്. നമ്മുടെ കർണാടക ധാർവാഡ് ഭാഗത്തുള്ള ഇതേപോലെ തന്നെയാണ്. എവിടെയും ആയിട്ടില്ല. ഇതൊക്കെ എന്നാ പറയണ്ട, മഴ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം കൂട്ടുകയറി കൂടും. പിന്നെ ഒന്നും പണിക്കിറങ്ങില്ല. ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയാണ്. ഞാൻ മാക്സിമം വീഡിയോ ക്യാച്ച് ചെയ്യാം.